താര, അപ്പോൾ നമ്മൾ ഈ ആമോസ് അലക്സാണ്ടറിലോട്ട് വരികയാണെങ്കിൽ ഇപ്പം ഈ ഒരു സീനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഓരോ സീൻ ഷെയർ ചെയ്യുമ്പോഴും ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരിക്കുമല്ലോ, ഫസ്റ്റ് ലീഡ് റോൾ എന്നൊക്കെ പറയുമ്പോഴേക്ക്. വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഈ പറഞ്ഞ മാതിരി ഇത്രയും വർഷം സിനിമയിൽ നിൽക്കുന്ന ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു തരത്തിലുമുള്ള ഒന്ന് മാറ്റി നിർത്തുവോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഈവൻ ഇപ്പൊ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ പോലും ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. എനിക്ക് ഇത്രയും സപ്പോർട്ട് ഇവർ തരുന്നുണ്ട്. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് സത്യം പറഞ്ഞ. എന്താ ഈ ആമോസ് അലക്സാണ്ടറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു മെമ്മറി മറക്കാതിരിക്കുന്ന എന്തായിരിക്കും ഷൂട്ടിംഗ് സമയത്തുള്ള? അത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആദ്യത്തെ യാത്രയായിരിക്കും. 14 സ്റ്റേറ്റ്സ് പോയ യാത്ര. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ അത് പോസിബിൾ ആയിരിക്കും എന്നുള്ളൊരു കാര്യം. അത്ര സ്മൂത്ത് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. പിന്നെ ഞാൻ 14 സ്റ്റേറ്റ് ഇന്ത്യയുടെ കണ്ടു, പല കാഴ്ചകൾ കണ്ടു. അതാണ് എനിക്ക് മൂവിക്ക് വേണ്ടി 14 സ്റ്റേറ്റ്. ഓ, അതെന്താ ഒരു ക്യാരക്ടർ മാത്രമാണോ? പ്രൊഡ്യൂസറിനെ കിട്ടാൻ വേണ്ടി ഇവരൊരു സിനിമയുടെ ഫുട്ടേജ് ഒരു പോർഷൻ ഷൂട്ട് ചെയ്യാൻ പോയി. ഒരു 5-10 മിനിറ്റ് അത് കണ്ട് കൺവിൻസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിന് നായിക മാത്രം വേണ്ട ഒരു ഏരിയ ഡയറക്ടർ ചൂസ് ചെയ്തു. എന്നിട്ട് നായികയായിട്ടുള്ള താരയും ക്രൂവും റൈറ്ററും ഡി ഒ പി അല്ല, അന്ന് പ്രമോദേട്ടനല്ല, അന്ന് വേറൊരു ഡി ഒ പി ഒക്കെ ആയിട്ട് ഇവര് അത് പോയി ഷൂട്ട് ചെയ്തു. കുറച്ച് സീനുകളും ആ ഒരു 2 സോങ്ങിന്റെ ഫുട്ടേജ്. ഈ പടം നടക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ ചെയ്ത ഒരു സംഭവം ഉണ്ട്. പക്ഷെ അത് ഗുണം ചെയ്തു. അത് 1 മന്ത് നടന്നു. ഒരു എർട്ടിക്ക കാറിൽ ഒരു 3-4 പേരും ക്യാമറയൊക്കെ ആയിട്ട് പോയി അത് ചെയ്ത് പിടിച്ച് ആ കൊച്ചു കൽക്കട്ടയിൽ തിരിച്ച് ആ കൊച്ചു ഫ്ലൈറ്റിനോ അങ്ങനെ ട്രെയിനിനോ ഇങ്ങോട്ട് പോന്നു. അവര് ബൈക്ക് റോഡിൽ ഇങ്ങോട്ട് പോന്നു. അതിനകത്ത് അത്രയും 1 മന്തിൽ ഷൂട്ട് ചെയ്തതിനകത്ത് ഒരു 10 മിനിറ്റോളം 10-15 മിനിറ്റോളം നമ്മൾ ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മള് അതിന്റെ ബാക്കി ഇവിടെ ഷൂട്ട് ചെയ്തു. മനസ്സിലായി. പിന്നെ ഫുൾ പടം ഇവിടെ ഷൂട്ട് ചെയ്തിട്ട് അത് ഞങ്ങൾ ഇത്രയും പേര് വർക്ക് ചെയ്തു. ഇത്രയൊക്കെ മതിയെങ്കിൽ നമുക്ക് നിർത്തിയാലോ? എന്താ എന്നെ കഴിച്ചോ? അല്ലെങ്കിലും ഞാൻ കഴിക്കാതെ അത് കട്ട് ചെയ്യരുത്. ചേട്ടന് വിശക്കുണ്ട്. അത് വന്നപ്പോ മുതലേ എനിക്കത് മനസ്സിലായി. 2-3 തവണ ചോദിച്ചായിരുന്നു കഴിച്ചോന്നൊക്കെ. വിശക്കുന്നുണ്ടോ? ഇല്ല. പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരോടും ചോദിക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ള എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്. അത് സെറ്റിലാണെങ്കിലും എന്റെ ടീമിനോടും ഒക്കെ ഒക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കും കഴിച്ചോ, അല്ലെ കഴിച്ചോ. നല്ലൊരു അല്ല കഴിച്ചോന്നല്ല നമ്മളെ കഴിക്കൽ. പിന്നെ കിടപ്പാടം, അത് കിടന്നുറങ്ങാൻ സ്ഥലം. ആഹാരം കിടപ്പാടം. പക്ഷീനെ കണ്ടെന്താ? പക്ഷികള് പിന്നെ രാവിലെ പക്ഷികൾ തീറ്റെടുക്കാൻ പോകും. അവരെ പറന്ന് നടന്നെല്ലാം കൊത്തിപ്പറക്കി തിന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു പോക്കുണ്ട്. അങ്ങോട്ടാന്നറിയോ? ആ പക്ഷി എന്നിരിക്കുന്ന സ്ഥലം മോള് ശ്രദ്ധിച്ചു. ഒരു പക്ഷി പറന്ന് നിന്നിട്ട് ഒരു കമ്പേല് നമുക്ക് ഓർക്കും സൗകര്യം ഇത്രയുള്ള നീള കമ്പ്. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കുഞ്ഞ് കമ്പേലായിരിക്കും ആ കിളിയിരിക്കുന്നത്. അപ്പം അത് കംഫർട്ടല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി മാറിയിരുന്നു കഴിഞ്ഞാൽ നല്ല ഒരു കമ്പയിലിരിക്കാന്. അതിൻ്റെ കിടപ്പാടം അതാ, അവിടെ ആയിരിക്കുള്ളൂ. അതാണ് ഈ കൊക്കൊക്കെ തൂറിയിടുള്ളത്. കിളികൾ തൂറിയിടുകയല്ലേ? തൂറിയിടുന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ലല്ലോ. തൂറോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു കിളി ഇങ്ങനെ അപ്പിയിട്ട് അപ്പി തൂറിയിടുന്ന സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിരിക്കും. അപ്പം ഭക്ഷണം പാർപ്പിടം അത് നമുക്ക് മെയിനാണ് അല്ലേ? അതാ നമ്മള് ശ്രദ്ധിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടാ ഞങ്ങള്. അതെ. അല്ല ഒരാളുടെ എല്ലാവരും അങ്ങനെയാണ് അല്ലെ? എല്ലാവരും. പക്ഷെ ഒരാളെ കാണുമ്പോ കഴിച്ചോന്നൊക്കെ അങ്ങനെ ചോദിക്കുന്ന ചുരുക്കം പേരെ കാണത്തുള്ളൂ. അത് നല്ലൊരു സ്വഭാവം. അല്ല കഴിച്ചോന്ന് ചോദിക്കില്ലേ? എല്ലാവരും അങ്ങനെ ചോദിക്കുമോ ചേട്ടാ? ഇല്ല, വളരെ കുറച്ച് പേരല്ലേ. മിക്കാറൊക്കെ ചോദിക്കും. ഇങ്ങനെ എന്നാ ചേട്ടൻ കഴിച്ചായിരുന്നോ? കഴിക്കുന്ന സമയത്ത്, അല്ലാതെ കഴിക്കുന്ന സമയത്തൊക്കെ ആട്ടോ. ഒരു 9 മണി അല്ല ഉച്ചയ്ക്കൊരു 1 മണി 1:30 മണിക്കൊക്കെ. അല്ലാതെ ഒരു 3 മണിക്ക് ഒരു 2:30 മണിക്ക് എന്നിട്ട് കഴിച്ചായിരുന്നോ? പോകാൻ മാത്രമേ നീ 1:30 കഴിച്ചില്ല, നീ 2:30 മണിക്ക് അങ്ങനെ ചോദിപ്പിക്കരുത്. ടൈം നോക്കിയേ ചോദിക്കാവുള്ളൂ. അങ്ങനെയല്ലേ? രാത്രി 12 മണിക്ക് എന്നിട്ട് ഒരാളോട് കഴിച്ചായിരുന്നോ ചോദിക്കോ? കഴിക്കുന്ന ടൈമില് നമ്മൾ ചോദിക്കുന്ന. ശരി. ചേട്ടന്റെ മുഖമൊക്കെ ചുമന്നല്ലോ. അങ്ങനെയല്ലേ മനെ?
പിന്നെ പിന്നെ നമ്മളെല്ലാവരുടെ വിശേഷം നിൽക്കുക, കുടുംബത്തിലെ കാര്യം നിൽക്കുക, എങ്ങനെയൊക്കെയാണ് നമ്മൾ നാളെ ഇപ്പൊ എന്താ ചെയ്തെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. സെക്കൻഡ് നമുക്ക് എന്ത് സംഭവിക്കാം. അപ്പം മുകളിൽ വീട്ടിലാരൊക്കെ ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവരൊക്കെ ഉണ്ട് ചോദിക്കുന്നത് നല്ലതല്ലേ. പിന്നെ കഴിച്ചോ, വേറെ അനാവശ്യമൊന്നുമല്ല നമ്മൾ പറഞ്ഞു. അയ്യോ ഒന്നുമല്ല. അതെ, എപ്പോഴും ഇങ്ങനെ തന്നെ അല്ലേ? എല്ലാവരും അങ്ങനെയല്ലേ. വളരെ എന്താ പറയാ, ഞങ്ങൾ കലാകാരന്മാരൊക്കെ ഇക്ക പറയുന്ന ഷൂട്ടിംഗ് സമയത്ത് ഇക്കൊക്കെ ഒരുപാട് വിശേഷങ്ങൾ നമുക്കറിയാം, ഒരുപാട് എക്സ്പീരിയൻസ് ലൈഫിലുണ്ടല്ലോ. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടോണ്ടിരിക്കാൻ രസകരമായ കാര്യമാണ്. കഥകൾ പറയുന്നത് നല്ല രസമാണ്. അതെ, ഈ യൂട്യൂബ് ഒക്കെ തുറന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ കുക്കിംഗ് ചാനലുകാരൊക്കെ ഇക്കയുടെ റെസിപ്പീസാ ഇടുന്നത്. ഇക്ക അതൊക്കെ ഇങ്ങനെ വിവരിച്ച് പറയുമ്പോ തന്നെ നമുക്ക് വിശക്കും. ഞാൻ ബിസിനസ് തുറക്കാറില്ല, ഞാൻ തുറന്നില്ലാത്തൊന്നും തുറക്കാം. എവിടെ ഈ യൂട്യൂബിലൊക്കെ യൂട്യൂബില് ഇങ്ങനെ നമ്മൾ ഈ കുക്കിംഗ് ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ, കുക്കറി ചാനൽസ് ഒക്കെ, അവരൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ ഇക്കയുടെ ബീഫ് വരട്ടിയതും ചമ്മന്തിയും ഇതിന്റെയൊക്കെ റെസിപ്പീസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. ഞാൻ മോളിപ്പോ ചോദിച്ച പോലെ എന്നോ പറഞ്ഞു കേട്ടാ, മോളെ പോലെ ഒരു കൊച്ചാ ചോദിച്ചത്. അപ്പൊ ഞാൻ എൻ്റെ വീട്ടില് കറി വെക്കുന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞു ഇല്ല ഒന്നും പറയില്ല. ഇതൊന്നും അല്ല വിഷയം. ഞങ്ങളുടെ പടം ഇറങ്ങാൻ പോവാ. ഞങ്ങളുടെ ആമോസ് അലക്സാണ്ടർ ഇറങ്ങുമ്പോഴത്തേനും മോളെ പോലുള്ള ചാനലുകളൊക്കെ സഹായിക്കണം. കാരണം വെച്ചാൽ വലിയ വലിയ പടങ്ങളിൽ നിങ്ങൾ എന്നാ അതും പറയും പോലെ അല്ല. ഇപ്പം ഇതിന്റെ ഡയറക്ടറുടെ ഒരു കഥയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടാ, അല്ല തമാശല്ല. ഈ നമ്മുടെ ഈ ഡയറക്ടേഴ്സേ ആ പിള്ളേരൊക്കെ നടന്ന് ഒരു 5-8-10 കൊല്ലം ഇങ്ങനെ നടന്നലഞ്ഞ് തിരിഞ്ഞ് ഇരിക്കുന്ന ആ പയ്യനൊരു കഥ കേട്ടു. ആ പച്ച ഷർട്ടിട്ട് അവൻ എന്നോട് പറഞ്ഞു, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു സുധീർ എന്ന് പറഞ്ഞു, ഇവൻ്റെ പേര് അനൂപ്, അവന് സുധീർ കോടനാട്. ഇവരെല്ലാം പറഞ്ഞു പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നേരെ അഷ്റഫ് പ്ലാക്കിൻ്റെ അടുത്ത് കൊടുത്ത് ആ പ്രൊഡ്യൂസറെ കൊണ്ട് പടം ചെയ്യിപ്പിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഒരു നന്മ ചെയ്തിട്ടുണ്ട്. ആ നന്മ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ദൈവം നന്മയാക്കി എടുക്കുവാനായിട്ട് അതിൻ്റെ ഔട്ട് വരട്ടെ, അതിൻ്റെ ഔട്ട് നല്ലത് തരട്ടെ, നല്ലത് തരട്ടെ. നമുക്ക് ട്രെയിലറും ടീസറൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഇത് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്കും കൂടെ ഫീൽ ചെയ്യും അല്ലേ? ഒരു ഡെബ്യൂനുള്ളൊരു മരുന്നുണ്ട്. ഉറപ്പായിട്ടും അത് കാണുമ്പോൾ തന്നെ ഞങ്ങളായാലും അത് കണ്ടിട്ട് ഡയറക്ടറിന് ഷെയ്ക്കാനൊക്കെ കൊടുത്തു. നല്ല നല്ല സംഭവം ഉണ്ടായിരുന്നു. അത് ചേട്ടനാണെങ്കിലും ഒരുപാട് ക്യാരക്ടർ ഇങ്ങനെ വേഴ്സ്റ്റൈൽ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. എനിക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കാനുള്ളത്, ഏതൊരു ഇമോഷനാ ചേട്ടന് ചെയ്യാനായിട്ട് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു ഇമോഷൻ പ്രകടിപ്പിക്കാനായിട്ട്? ഞാൻ ചോദിച്ചിട്ടുണ്ട് കരയുന്നത് എങ്ങനെയാണ്. കരയാൻ ബുദ്ധിമുട്ടാണ്. തിയേറ്റർ ട്രെയിൻഡ് ആണ് താരയൊക്കെ. താരയല്ല ഇവിടെ നിന്ന് മേരി തോന്നുന്നു. അപ്പൊ ഞാൻ ഇതേ ചോദ്യം ദർശനയോടും ചോദിച്ചിട്ടുണ്ട്. ദർശനയും തിയേറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ പോയിട്ടുണ്ടോ വർക്ക്ഷോപ്സിന്? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയവരോട് ചോദിച്ചു എന്തെങ്കിലും എളുപ്പം ഇല്ല. അപ്പൊ അവര് പറഞ്ഞേക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, അത് ശ്രമിക്കാനുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടില്ല ഇപ്പോഴും. കരയാനാണ്, അപ്പം കരച്ചിൽ കൊണ്ടുവരാനാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത്. അപ്പൊ ബാക്കിയൊന്നും എളുപ്പമൊന്നുമല്ല. ഇതുവരെ ഞാൻ കരച്ചിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പലപ്പോഴും ശ്രമിച്ചിട്ടില്ല. അത് അങ്ങനത്തെ സീൻസ് മൂവീസ് ഞാനതങ്ങ് മാറ്റി ഒഴിവാക്കും, അതിനെ വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യും. അതെ അതെ. അപ്പൊ ഇനി ഒരു മൂവി വന്നു കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്യും, ഒരു വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട്? ഒരു ഡയറക്ടറിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാം. കാര്യം പാളിയാ ഭയങ്കര കൂവലായിരിക്കും, അതുകൊണ്ടൊരു പേടി. ഒരു ഡയറക്ടേഴ്സ് ആക്ടർ ആണോ അജി ചേട്ടൻ? 100%. അതെ, ഒരു ഡയറക്ടർ വരുന്ന അനുസരിച്ചിട്ട് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അതെ. അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരു ഡയറക്ടർ ഉണ്ടോ? ഒരു ആഗ്രഹമുള്ള ഒരാള്? ചെയ്യാത്തവര് ഇഷ്ടം പോലെ അൻവർ റഷീദ് സാർ, അൻവർക്ക, ദിലീഷ് ചേട്ടൻ, എനിക്ക് രഞ്ജിത്ത് സാർ. ഞാൻ ലോകത്തിൽ ഇങ്ങനെ പുറകെ കിടന്നൊരു ചാൻസ് വെച്ചിട്ടുണ്ട്. ആണോ? ഇപ്പോഴും ചാൻസ് ഒക്കെ ചോദിക്കാറുണ്ടോ? പിന്നെ ഉണ്ട്. വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഡയറക്ടേഴ്സ് ഇഷ്ടമാണ്. തമിഴില് നമുക്ക് ഇഷ്ടമുള്ള യങ് ഡയറക്ടേഴ്സിൽ ഒരുപാട് പേരുണ്ട്. മാരി സെൽവരാജ്, റാം സാറിന്റെ പടം ഞാൻ ആഗ്രഹിച്ച് അങ്ങനെ വളരെ യൂണിവേഴ്സ് കോൺസ്പയർ ചെയ്ത് കിട്ടി. ഞാൻ ആഗ്രഹിച്ച ഒരു ഡയറക്ടർ ലിസ്റ്റിലുള്ള എച്ച് വിനോദ് എന്ന് പറഞ്ഞ തമിഴില് ഒരുപാട് പേരുണ്ട്. അങ്ങനെ ചെയ്യാത്തവരാണ്. ചെയ്തവരിൽ വീണ്ടും റിപ്പീറ്റ് അടിക്കാൻ ഇഷ്ടമുള്ളവർ എല്ലാവരും കൂടെ, എല്ലാവരൊക്കെ സുഹൃത്തുക്കളായി ഇപ്പൊ. പക്ഷെ അവരോടൊക്കെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും എഗെയിൻ മീറ്റിംഗ് എ ഫ്രണ്ട് അല്ലേ? അതെ, അത് അച്ഛനായിട്ട് എനിക്കൊന്ന് ഒരു തവണ സംസാരിക്കുന്നവർ തന്നെ വീണ്ടും സംസാരിക്കുമ്പോൾ നമുക്കൊരു ഫ്രണ്ട്ലി ബോണ്ട് ഫീൽ ചെയ്യും. എനിക്ക് കൂടുതലും സൗഹൃദങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയും അപ്പൊ ഒരുപാട് അങ്ങനെ വേണ്ടേ ചെയ്യല്ലേ? ഒരു മിനിറ്റ് കൂടെ പറയട്ടെ. ഞാൻ ഒരു കാര്യം പറയാൻ വന്നേ. ഇപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചില്ലേ ചാൻസ് ചോദിക്കുമെന്ന്? അയാൾ ചാൻസ് ചോദിക്കുമെന്ന് ഇപ്പം മോള് ചോദിച്ചില്ലേ? മോളെ ഇത്
അത് ആ ചോദിച്ചത് ഞങ്ങളൊന്ന് ചാൻസ് ചോദിക്കാതെ നമുക്ക് സിനിമയൊക്കെ എല്ലാവരും കൊണ്ട് തരുമെന്നല്ലേ. ആ ഞാൻ ദൃശ്യം 3 നടക്കുക ആ അല്ലേ, അതെ ഞാൻ കൂമലിന്റെ ജിത്തു സാറിന്റെ പടത്തിൽ അഭിനയിച്ചല്ലേ ആ അല്ലേ, കലക്കൻ എന്റെ നാട്ടിലല്ലേ സിനിമ നടക്കണം, തൊടുപുഴ അല്ലേ. അതെ അതെ അപ്പം അദ്ദേഹം കണ്ടിട്ടുള്ള ചിന്താഗതി എന്നായിരിക്കും, ആ ചിന്താഗതി ഒരു സിനിമയുടെ ചിന്താഗതി പല ആൾക്കാരായിരിക്കും. നമ്മൾ കൂമൺ ചെയ്തു പോവാം അല്ലേ. അതെ ഇത് ക്യാമറ കാണിച്ചു തരട്ടെ, ആ ക്യാമറയിൽ എടുത്തു. ദേ ഞാൻ വായിക്കാം. സാർ നമസ്കാരം, ഐ ആം ജാഫർ ഇടുക്കി. തുടങ്ങുന്ന പടത്തിൽ ഒരു ചെറിയ വേഷം തരണേ സാർ. ദേ കണ്ടോ, അയ്യോടാ ഇതല്ലോ നമ്മളുടെ തൊഴിലിതാണ്. നമ്മളവരോട് ചാൻസ് ചോദിക്കല്ല, അത് ഓർത്തിട്ട് വിളിക്കുവാണെങ്കിൽ വല്ല അവർ മറന്നാണെങ്കിലോ. പിന്നെ ജിത്തു സുസാറിൻ്റെ നമ്പറിലേക്ക് അടുത്താണ്. പിന്നെ ഇന്ന് രാവിലെ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു വിട്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വർത്താനം നിർത്തുക. അയ്യോ പറ പറ. ഞാൻ ഇവിടെ അന്നദാനം നേർന്നിട്ടുണ്ട്. അന്നദാനം കൊടുക്കാൻ ഒരു നമ്മുടെ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, ദറസൊക്കെ ഇല്ലേ, മറ്റുള്ള മനസ്സിലായി ആ. ഇവിടെ അന്നദാനം നടന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു സംഭവം അവിടെ നടത്തിയായിരുന്നു. അല്ലാതെ ഞാൻ അത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഈ പടത്തിൻ്റെ ക്ലാപ്പടിച്ച് എൻ്റെ പെണ്ണുമ്പിള്ളയാ. അതെ, എൻ്റെ പെണ്ണ, എൻ്റെ ഭാര്യയാണ് എൻ്റെ ക്ലാപ്പടിച്ച്. അപ്പം ഈ ഇൻ്റർവ്യൂവിന് വന്നു കഴിയുമ്പോഴത്തേക്കും അതിന് നന്മ വരട്ടെ എന്ന് എഴുതി അന്നദാനം കൊടുക്കാമെന്ന് നേർന്നു നോക്കാം. അന്ന് അത്ര ഉത്തരവാദിത്തമായിട്ട് എൻ്റെ കണ്ണറിയാ പറയുമ്പം ആ 2 ചെറുപ്പക്കാർ കിടന്ന് കറങ്ങിയതും ഈ പെങ്കൊച്ചും കിടന്ന് കഷ്ടപ്പെട്ടതൊന്നും ഞാനോ ആജു സാറോ ഈ ഷാജോണോ മറ്റുള്ള ആൾക്കാരും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അറിഞ്ഞത് പിന്നെയാ, ഈ പ്രൊഡ്യൂസർ അറിഞ്ഞപ്പോഴാണ്. അപ്പം നമ്മൾ മോളെ ചെയ്തു വെച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ കൃപയാൽ അത് നന്നാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നിങ്ങളും കൂടി സഹകരിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പൊട്ടിപ്പോവും. പൊട്ടാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത്രേ ഉള്ളൂ.